ഹലോ ഗായ്സ്, രാം ചരണിന്റെ പുതിയ സിനിമ പെത്തി. ഈ സിനിമയുടെ പേര് ഞാൻ ആദ്യം വായിച്ചത് പേടി എന്നായിരുന്നു. പക്ഷേ ഞാൻ വായിച്ചത് ശരിയാണ്. ഇതൊരു പേടി സ്വപ്നം തന്നെയാണ് സിനിമ. മക്കളെ, 3 മണിക്കൂറാണ് സിനിമ ഉള്ളത്. നിങ്ങൾക്ക് വല്ല ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുത്ത് അവർക്ക് കൊടുക്കുക. അവരെ തലച്ചോറ് ചവിട്ടിക്കൂടെ പോരും. അതാണ് സിനിമയുടെ അവസ്ഥ. ആൻഡ് ഇതിൽ രാം ചരണിന്റെ ഒരു കഥാപാത്രം നായികയ്ക്ക് ഇഷ്ടമാണെന്ന് പോലും പറയാതെ രാത്രി പോയി റേപ്പ് ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു സിനിമ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവില്ല. എന്താ വെച്ചാൽ ഇതൊരു സീന്, നായികനെ പോയിട്ട് രാത്രി ബലാത്സംഗം ചെയ്യുന്ന പോലെ കാര്യങ്ങൾ കാണിച്ചിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ സ്നേഹം കൊണ്ടാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജസ്റ്റിഫിക്കേഷൻ. അതിൽ വീണ നായിക. അത് മാത്രമല്ല, ഈ നായിക സെയിം റേപ്പ് ചെയ്ത പിറ്റേ ദിവസം, റേപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് അനുവാദമില്ലാതെ ആ സ്ത്രീനെ കയറി ഉമ്മ വെക്കും. ആൻഡ് ഈ സ്ത്രീനെ, കഥാനായികനെ, പിറ്റേ ദിവസം കഥയിലെ വില്ലൻ വന്ന് പാവാട വരും, അത് രക്ഷിക്കും, എന്നിട്ട് ആ വില്ലന്മാരെ തല്ലും. നമ്മളെന്താ പൊട്ടന്മാരാ സിനിമ കാണുന്നത്? ഈ വില്ലനും രാം ചരണും ചെയ്ത ഒരേ കാര്യമല്ലേ ഇത്? ഈ ഒരു നിലവാരം വെച്ച് നിങ്ങൾ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നത് ജസ്റ്റിഫിക്കേഷൻ ചെയ്യുന്ന ഒരു സിനിമ ആലോചിച്ച് നോക്കണം. ആൻഡ് ഇതിൽ പറയാതിരിക്കാൻ വയ്യ. ഈ സിനിമയിൽ എപ്പോഴും രാം ചരൺ പറയുന്നുണ്ട്, ഒറ്റ ജീവിതമേ ഉള്ളൂ, ഇനിയൊരു ജീവിതം ഉണ്ടാവും, നമുക്ക് പറയാൻ കഴിയില്ല എന്ന്. നമ്മളെ ജീവൻ പോകുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. 3 മണിക്കൂർ സിനിമ കഴിയാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടും. നായിക സിനിമേനെ ഫസ്റ്റ് സീനിൽ തന്നെ പുള്ളിക്കാരൻ്റെ പണി കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി സാരി ഊരി നടക്കും, ഫുള്ള് നേവൽ ഷോ. പുള്ളിക്കാരിക്ക് സിനിമയിൽ വേറെ റോളൊന്നുമില്ല. പുള്ളിക്കാരി ഇനി മലയാള സിനിമ അഭിനയിക്കാനൊക്കെ പറയുന്നുണ്ട്. മലയാള സിനിമയിലൊന്നും വരുന്നില്ല, അത് വേറെ കാര്യം. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. ഇനി മലയാള സിനിമയിലേക്ക് വരണ്ട. നിങ്ങൾ തുണി ഊരി കാണിക്കാനും ഈ ബലാത്സംഗം ചെയ്യുന്ന നായകനെ പ്രേമിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ എടുക്കുന്നത് നിങ്ങളോട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ഇതിൽ ഇത്രയും ബഡ്ജറ്റ് ഇറക്കിയ പ്രൊഡ്യൂസറിന്റെ തലയ്ക്ക് ഓളാണ്. ഇതിൽ അഭിനയിച്ചവർക്കൊക്കെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് എക്സ്ട്രാ അഭിനയം, ഒടുക്കത്തെ അഭിനയം, കണ്ടിരിക്കാൻ പറ്റത്തില്ല. അഭിനയത്തിന്റെ എല്ലാ സൈഡ് കാസ്റ്റുകളും അഭിനയിക്കുന്ന കാണണം. ഞാൻ അഭിനയിക്കുന്ന ഒരാളല്ല, പക്ഷെ കാണുന്ന നമുക്ക് തന്നെ ഇണിച്ചൊരു കൈയടിച്ചു കൊടുക്കാൻ തോന്നും. അതൊരു പ്രകടനമാണ്. എല്ലാവരും സിനിമ കണ്ട് കഴിയുമ്പം ഈ നമ്മൾ കൈയടിച്ചു പോകും. അതുപോലത്തെ ഒരു സിനിമ, കൈയടിച്ചു പോകും. സിനിമ കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ച് ജീവനോടെ പുറത്തു വരാൻ പറ്റിയ ആ സന്തോഷത്തിൽ നമ്മൾ കൈയടിച്ചു പോകും. അതാണ് ഈ സിനിമേൻ്റെ അവസ്ഥ. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുക. അവരോട് ഇഷ്ടമില്ലെങ്കിൽ മാത്രം നിങ്ങളെ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കുക. ആൻഡ് നിങ്ങളെ ബോസുമാർക്ക്, നിങ്ങളുടെ MD-മാർക്കൊക്കെ സിനിമകൾ കാണിച്ചു കൊടുക്കുക. അവരൊക്കെ എൻജോയ് ചെയ്യട്ടെ. എൻ്റെ ഇളയ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം താഴെ പറയൂ. അടുത്ത വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും ബൈ.